അദ്ദേഹം വളരെ നല്ല ശ്രീരാമ ഭക്തനാണ്. പക്ഷേ സീതാദേവി എവിടെയാണെന്ന് പ്രത്യേക ദൃഷ്ടികൾ കൊണ്ട് നോക്കി കണ്ടുപിടിച്ചു. ഹനുമാൻ അതനുസരിച്ച് സമുദ്രം ചാടിക്കടന്നു, ലങ്കയിൽ ചെന്നു, സീതാദേവിയെ കണ്ടുപിടിച്ചു. അവിടെ ചെന്നു എന്നതിനും ഇടയ്ക്ക് ഇങ്ങോട്ടും ചൂടാരത്നവും ഒക്കെ പരസ്പരം കൈമാറി. സീതാദേവി ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ലങ്കയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ സങ്കടം തീർത്തു. അദ്ദേഹത്തിൻ്റെയും വാനരാദികളുടെ സങ്കടം സീതാദേവിയെ കണ്ട് തിരിച്ചു വന്ന് വാനരന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഇല്ലെങ്കിൽ സുഗ്രീവൻ്റെ വാളിന് ഊണായിപ്പോയി. അങ്ങനെ അവരുടെ ജീവൻ രക്ഷിച്ചെടുത്തു. അതിനാൽ അങ്ങേക്ക് സങ്കടമോചനൻ എന്നുള്ള പേരുണ്ടായി. ഭൂമിയിൽ ആർക്കാണ് ഈ കാര്യം അറിയാത്തത്? അത് കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഈ കഥ കേൾക്കും. അതാണ് പറയുന്നത്. ഈ വരി ഗോമതി തുളസീദാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ, സംസ്കൃത പണ്ഡിതനായ ഒരു കവി എഴുതിയിട്ടുള്ള ഈ ഹിന്ദി ശ്ലോകമല്ല, ഈ പാട്ട് എന്ന് തന്നെ പറയാം. ഉത്തരേന്ത്യയിലേക്കാണ് ഇതിന് വളരെ പ്രചാരം. ഇന്ന് നമുക്കും രാമായണ മാസക്കാലത്തിൽ ഈ ഹനുമാൻ സ്വാമിയുടെ കുറിച്ചുള്ള ഈ ഒരു കീർത്തനം പാടുന്നു. अंगद के संग लेने गए सिए, खोज कपीस एक बैन उजारो। अंगद के संग लेने गए सिए, खोज कपीस एक बैन उजारो. അതായത് അങ്കദനോടൊപ്പം എന്ന് പറഞ്ഞാൽ സീതയെ അന്വേഷിച്ചു പോയിട്ടുള്ള വാനരന്മാരൊക്കെ ഇപ്പോൾ തിരിച്ചു വരാൻ ഇതുവരെ കാണാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ പറ്റുന്നു ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കാം. ജീവതനാബജിക്കോ ഹം സോജു, അതായത് ജീവത് കവചന സുബ്രഹ്മണ്യൻ്റെ ആജ്ഞ അനുസരിച്ച് സീതാദേവി അന്വേഷിക്കാൻ പോയ എല്ലാ വാനരന്മാരോടും ഉള്ളത്, നിങ്ങളാരായാലും എത്ര വലിയ കുരങ്ങനായാലും വേണ്ടിയില്ല, ഇത് സീതാദേവിയെ കണ്ടെത്തി എന്തെങ്കിലും ഒരു ശുഭവാർത്തയും കൊണ്ടല്ലാതെ ഇവിടെ വന്നാൽ കഴുത്ത് വെട്ടുന്നതാണ് സുഗ്രീവാജ്ഞ. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് മലയാളത്തിൽ ഭാഷയിൽ. സുഗ്രീവാജ്ഞയല്ലേ എന്ന് പറഞ്ഞാൽ ഒട്ടും ധിക്കരിക്കാൻ പറ്റാത്ത ഒരു കൽപ്പന, അതാണ് സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ. ഖേർ തക് തട് സിന്ധു സബ് തപ്ലായ്, സിയാസുദി പ്രാൺ ഉബാരോ. कोनहिं जानत मोके तत्पदो कवनांतर, कोनहि जानत है जग में कभी, संजड़ मोकन നാം തിഹാരോ. ആരൊക്കെ അറിയാൻ പാടില്ലാത്തത്? സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് കടൽ കടന്ന് ലങ്കയിൽ ചെന്ന് സീതാദേവി എവിടെയാണ് ഇരിക്കണേ, സുരക്ഷിതയാണ് എന്നുള്ള വിവരം കണ്ടുപിടിച്ചത് ഹനുമാനാണെന്ന് ആരൊക്കെ അറിഞ്ഞുകൂടാത്തത് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടമോചനൻ എന്ന് വരാനുള്ള മൂന്നാമത്തെ കാരണം, ദുഃഖിതയായ സീതാദേവിയെ വനത്തിൽ നിന്ന് ശ്രീരാമൻ്റെ അനുവാദത്തോടു കൂടി അവിടെ പോയി സീതാദേവിയെ കണ്ടു തിരിച്ചു വന്ന് ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും സങ്കടം ഒരേപോലെ തീർത്തു കൊടുത്തു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാനത് വായിച്ചിട്ട് അടുത്ത ഒരു സങ്കടമോചനൻ്റെ ഒരു കാരണേ ഇന്ന് പറയുന്നുള്ളൂ. അടുത്ത കാരണം അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. अंगद के संग लेने गए सिए, कोच कपीस एक भाई ने उचारो। जीवित ना बची को हम सोजू, बिना सुदिलायो इका पशुलारो। सिया
हेरी लोग तड़ सिंधु सब तब लाए, सिया सुदी प्राण उबारो। कौन ही जानत के जग में, कौन ही जानत ഹേ ജഗമേ. ഈ ഭൂമിയിൽ അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കവി സങ്കടമോചന തന്തികാരോ, കവി സങ്കടമോചന നാൻ കപിതാരോ. ഇതാണ് ഹനുമാൻ മൂന്നാമത്തെ കാരണം, സങ്കടമോചനൻ എന്ന പേര് വരുന്നതിനായിട്ട്. ഇന്ന് ഞായറാഴ്ച ഇടുന്ന സാഹിത്യചിന്തയാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ അടുത്ത് വന്നിരുന്നു. ധാരാളം പേര് ഹനുമാൻ സങ്കടമോചനൻ എന്നുള്ള ഈ കഥ കേൾക്കാനും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കഴിയായി പറയും. സങ്കടം ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.